ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അക്വേറിയം സെറ്റപ്പാണ്. ഒരു ഹെവിലി പ്ലാന്റഡ് അല്ല, ഒരു ലൈറ്റ്ലി പ്ലാന്റഡ് ഒരു അക്വേറിയം സെറ്റപ്പാണ്. അക്വേറിയത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2 അടി നീളം, 1 അടി വീതി, 1 അടി ഹൈറ്റ്. അതാണ് ടോട്ടൽ ഒരു 54 ലിറ്ററാണ് എൻ്റെ കപ്പാസിറ്റി. നമ്മൾ ഏകദേശം ഒരു 50 ലിറ്റർ അല്ലെങ്കിൽ 48 ലിറ്റർ വരെയാണ് ഇതിൻ്റെ അത് വെള്ളം നിറയ്ക്കുള്ളൂ. ഇതാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് അക്വേറിയം ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്, ഇത് കാണാൻ വേണ്ടി. പിന്നെ ഈ ടേബിളിൻ്റെ സർഫസ് ഈവൻ അല്ല, അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ മാറ്റില്ലേ, ഒരു മാറ്റാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതിൽ നമ്മളൊരു ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മളിതിൽ പ്ലാന്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഡെക്കറേറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാം നമുക്ക് കാണാം. ഇതിൽ ഉപയോഗിക്കുന്നതെല്ലാം നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും. വേറെ കോസ്റ്റ്ലി അല്ലെങ്കിൽ അത്രയും ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഈ ടാങ്ക് പർച്ചേസ് ചെയ്ത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളം നമ്മുടെ ജൂ സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്, കൊച്ചിൻ ബ്ലോസംസ് എന്ന് പറഞ്ഞിട്ട്. ടാങ്കിൻ്റെ പ്രൈസ് 650 ആണ്, 650 രൂപ. ഇതുണ്ട്, ഇത് 2 mm തിക്നെസ് ഉള്ളതാണ്. കുറച്ചൊക്കെ സിലിക്ക അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റിൽ നമ്മളിങ്ങനെ ഒരു ടാങ്ക് മേടിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ കുക്കി ജാറിൽ ചെയ്ത അക്വേറിയം നന്നായിട്ട് ത്രൈവ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഫിഷിനെയൊക്കെ ചേഞ്ച് ചെയ്തു. ഗപ്പി ഉണ്ട്, ഒരു കാഡിലുണ്ട്, പിന്നെ അതൊരു സ്നെയിലും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ടെറേറിയം പോലെ ചെറിയൊരു വാട്ടർ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ ഒരു വാട്ടറിൽ ബാമ്പു ആണ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി ഇതിലോട്ട് കിടക്കാം, എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതിലോട്ട് നമുക്ക് പോകാം. സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗാർഡൻ സോയിലാണ്. നമ്മുടെ സാധാ മണ്ണ്, വേറെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടൈപ്പുള്ള മണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് എന്താ പറയുക, ടോപ്പ് ലെയർ നല്ല എടുത്തേക്കുന്ന മണ്ണ് നമ്മൾ കുറച്ച് കുഴിച്ചിട്ട്, കുറച്ച് അകലം ഡീപ്പായിട്ട് കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് മണ്ണെടുത്തത്. അതേപോലെ ഈ ഡയറക്റ്റ് മണ്ണ് നമ്മൾ ലെയറിൽ വിരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിന് വേണ്ടി ഇത് സഞ്ചിയാണ്, നമ്മൾ സാധാരണ കടയിൽ നിന്നിട്ട് സാധനം മേടിക്കുന്ന സഞ്ചിയാണ്, തുണി സഞ്ചിയാണ്. അത് ഇതിൻ്റെ ഇതുണ്ട്, ഇതിന് ഈ ഗ്യാപ്പ് കൂടുതലുണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിൽ കലരുമില്ല, എന്നാൽ ചെടികൾക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഇതിൽ നിന്ന് വയ്ക്കുകയും ചെയ്തു. അതുപോലെ നമ്മളിത് ഹെവിലി ആയിട്ട് പ്ലാൻ ചെയ്യുന്നൊരു അക്വേറിയം അല്ല, ലിമിറ്റഡ് പ്ലാന്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത ടോപ്പ് ലെയർ ആണ്. ഇതിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ സാധാ എംസാൻഡാണ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് നാൾ എൻ്റെ ഈ അക്വേറിയം ഇങ്ങോട്ട് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് നാൾ ഇതിലിട്ടിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അത് ഫിഷസ്, അതിൽ പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രോപ്പർലി എടുത്തേക്കുന്നതാണ്. ഇത് നനവുണ്ട്, അതുകൊണ്ട് ശരിക്കും ഇത് എംസാൻഡൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 6-7 വട്ടയിൽ നല്ല വൃത്തിയായിട്ട് കയറണം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ഇതിൻ്റെ പാറപ്പൊടിയുടെ ഒരു കളർ ഉണ്ടല്ലോ, അതുണ്ടാവും. അതാണ് ചെയ്യുന്നത്. ഇതും നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഡെക്കറേറ്റീവ് പർപ്പസ് ആയാലും കാണാനും നല്ല ഭംഗിയുടെ ലൈറ്റൊക്കെ വരുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഡെക്കറേഷനാണ്. ഡെക്കറേഷൻ നമ്മുടെ നാട്ടിലെ തന്നെ അതേ കല്ല്, ഇത് ഇങ്ങനെ ഒരു ഫേസ് വന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനത്തെ സ്റ്റോണാണ് എടുത്തേക്കുന്നത്. വളരെ കുറച്ചുള്ളൂ, അതായത് ഏരിയ കൂടുതലും ഡെക്കറേഷനും ഇതും കുറവായിട്ടാണ്. അത് ഫിഷിനെ കാണാനുള്ള ഏരിയ കൂടുതലും ഡെക്കറേഷൻ കുറച്ച് കുറവായിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് ഈ അക്വേറിയത്തിൽ. ഇത് നമ്മൾ നോക്കുന്നത് പ്ലാന്റ് ആണ്. പ്ലാന്റും അധികമായിട്ട് ഇല്ല, വളരെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളൂ. ഇത് ഓൾറെഡി എൻ്റെ അക്വേറിയത്തിൽ കിടന്നുകൊണ്ടിരുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഇന്ന് അറിഞ്ഞിരിക്കുന്നത്. വളരെ കുറച്ച് പ്ലാന്റ്, ഈ 3 പ്ലാന്റ് ഒക്കെ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മളൊരു വാട്ടറിലിട്ട് ആമ്പലിൻ്റെ ഒരു തണ്ടും കൂടി ഇടും, ഒരു സീഡ് എൻ്റെ കിടക്കുന്നത്, ചിലപ്പോൾ അതും കൂടി ഇടും. അല്ലെങ്കിൽ ഇത്ര മാത്രം വെച്ചിട്ട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടേ ചെയ്യും. അക്വേറിയം ഫിൽറ്റർ പറഞ്ഞാൽ വീനസ് എക്കഡ് ഒരു 15 വാട്ട് 1000 ലിറ്റർ പെർ അവർ ഒരു ചെറിയ ഫിൽറ്ററാണ്. അതേപോലെ തന്നെ ഒരു WRGB ലൈറ്റ്. ഈ ലൈറ്റിൻ്റെ റിവ്യൂ പർച്ചേസ് ലിങ്ക് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതും വലിയ കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക ഫിൽറ്ററാണ്. പക്ഷെ നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ അകത്ത് സെറാമിക് ബോൾസ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ആണ്. സെറാമിക് ബോൾസ് ഇതും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. ടോട്ടൽ ഫിൽറ്റർ വരുന്നതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ സെറാമിക് റിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് വെച്ചങ്ങ് ക്ലോസ് ചെയ്യും. എന്നിട്ട് ടോപ്പ് ലെയർ വയ്ക്കും. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇതാണ്. അപ്പോൾ ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ കോളനൈസേഷനൊക്കെ പെട്ടെന്ന് സാധ്യമാകുന്നതുകൊണ്ടാണ് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. പുതിയത് എടുക്കാതെ യൂസ് ചെയ്യുന്നത് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറൊരു ടാങ്കിൽ നിന്ന് നമ്മൾ മാറ്റുന്നതാണിത്. ഇനിഷ്യലി പറഞ്ഞ പോലെ നമ്മുടെ സബ്സ്ട്രേറ്റ് സാധാരണ മണ്ണാണ്. സബ്സ്ട്രേറ്റ് നമ്മൾ ആ തുണി സഞ്ചി
കറക്റ്റ് അവിടെ അത് തന്നെയാണ്. തുണിസഞ്ചി പൊതുകി നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഈ ഏരിയകളിലൊക്കെ ആയിട്ടാണ്. കറക്റ്റ് സെൻറ്ററല്ല, കുറച്ച് റൈറ്റ് സൈഡും കുറച്ച് ഇത് അപ്പോൾ ഒരു ഗ്യാപ്പ് ഇപ്പുറത്തോട്ട് വരാൻ പാകത്തിന് അങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് അതിൻ്റെ ടോപ്പ് ലെയർ ഇടാം. അതിനുശേഷം ഡെക്കറേഷൻ, പിന്നെ ജസ്റ്റ് പ്ലാന്റിങ്. വളരെ സിമ്പിൾ ഡിസൈനാണ്, ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ ഡിസൈന്. കുറച്ചും കൂടി ഒന്ന് ഇത് ചെയ്യാനുണ്ട്, കുറച്ചും കൂടി ഒന്ന് മോഡ് ചെയ്യാനുണ്ട്. കർവൊക്കെ ഒന്ന് ക്ലിയർ ആക്കി, സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം, അതും കൂടി ചെയ്യാം. ഡെക്കറേറ്റീവ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് കല്ലുണ്ട്, കല്ലങ്ങ് എടുത്ത് വയ്ക്കുക. ഇതാണ് വേറൊരു ഡിസൈൻ. ഇതാകുമ്പോൾ ആ രണ്ട് കല്ലിൻ്റെ ഇടയിൽ വേറൊരു കല്ലും കൂടി വന്നിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. ഇത് വേണമെങ്കിൽ ഇതിനോട് ചേർത്ത് വയ്ക്കാം. ഇല്ല, പക്ഷേ ഈ കല്ല് സിംഗിളായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഭംഗി. ഇതിവിടെ വലിയ കുഴപ്പമില്ല, ഏകദേശം എനിക്കൊരു ഭംഗി തോന്നുന്നതാണ്. ഇനി ഇത് വെള്ളം നിറച്ച് ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഭംഗിയില്ലെങ്കിൽ നമുക്ക് പിന്നെ മാറ്റാം. ചെടി ഈ പുറകു സൈഡിൽ മാത്രമേ വരുള്ളൂ, ഫ്രണ്ടിലോട്ടൊന്നും ചെടി ഉണ്ടാവില്ല. ജസ്റ്റ് ആ വെള്ളം ഒന്ന് ഇതാവാൻ വേണ്ടിയുള്ള ചെടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും നേരത്തെ ഡിസൈന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര നേരത്തെ പറഞ്ഞ ചെറിയ രീതിയിൽ, ഇത് ഓൾറെഡി ഞാൻ മനസ്സിൽ കണ്ടൊരു ഡിസൈനാണ്. ഒരു ഐലൻഡ് പോലെ വരുന്നു, അതിൻ്റെ രണ്ട് എഡ്ജിൽ കുറച്ച് സ്റ്റോൺസ്, വേറെ ഒന്നുമില്ല, മിനിമലിസ്റ്റിക് ഡിസൈൻ. പിന്നെ ഈ ലൈറ്റിൽ അഡീഷണൽ 2 ലൈറ്റും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര തെളിച്ചം കാണുന്നത്. പക്ഷേ ലൈറ്റ് നിങ്ങൾക്കിത് അരോചകമായിട്ട് തോന്നുന്നുണ്ടാവുമായിരിക്കും. ലൈറ്റ് കറക്റ്റ് പൊസിഷനാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് ലൈറ്റ്. ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റപ്പ്. ഇനി കണ്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ടറി തോന്നിയില്ലെങ്കിൽ നമ്മൾ ഡിസൈൻ പിന്നെ മാറ്റും. പക്ഷെ ഇതിൻ്റെ അകത്ത് വലിയ ക്രൂഷ്യലായിട്ടുള്ള പ്ലാന്റോ ക്രൂഷ്യലായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നം വരില്ല. ഇത്രയും പ്ലാന്റ്സ് നമ്മൾ വയ്ക്കാൻ പോകുന്നുള്ളൂ. ഒരു 3 സെറ്റ് പ്ലാന്റ്. അത് കല്ലിൻ്റെ പുറകിൽ ഇച്ചിരി നീട്ടമുള്ളതുകൊണ്ട് നീട്ടമുള്ള തണ്ടെടുത്തേക്കുന്നത്, അതിൻ്റെ മേളിലോട്ട് വരാൻ പാകത്തിനുള്ളത് നമുക്ക് പ്ലാന്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലാന്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഡെക്കറേറ്റീവ് ഈ സ്റ്റോണിൻ്റെ ബാക്കിലാണ് വന്നേക്കണേ, ഒന്നും ഫ്രണ്ട് എന്നില്ല. അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുള്ളൂ. ചെടി വളരുമ്പോൾ നേരെ ബാക്ക് ഇതുകൊണ്ട് വരും. അപ്പോൾ ഇതൊരു പ്യൂർലി ഒരു സ്കേപ്പ് മാത്രം കാണുന്ന ടൈപ്പുള്ളൊരു ഡിസൈനായിട്ടാണ് വെച്ചേക്കുന്നത്, വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളത്. ഇനി അത് നമുക്ക് വെള്ളം നിറയ്ക്കണം. സോ ഇതാണ് അക്വേറിയത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് ഇതുള്ളത്. ഇനി കുറച്ച് നാൾ കൊണ്ട് ഇത് ചെടിയൊക്കെ വളർന്ന് നല്ല ഭംഗിയായിട്ട് വരും. കുറച്ച് ഫിഷസിനൊക്കെ ഇടും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക്, ആദ്യത്തെ 7 ദിവസത്തേക്ക് ടാങ്ക് ഒന്ന് സൈക്കിൾ ആകാൻ വേണ്ടി മീനൊന്നും ഇടില്ല. 7 ദിവസത്തിന് ശേഷമാണ് നമ്മൾ മീനെ ഇടുകയുള്ളൂ. അപ്പോൾ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ 2 തവണ വാട്ടർ ചേഞ്ച് ചെയ്യും. ഒരു 30% 50% വാട്ടർ കളഞ്ഞിട്ട് പിന്നെ ഇടും. പക്ഷേ ഇതിൻ്റെ അകത്ത് അത്രയും വാട്ടർ ചേഞ്ചിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ അക്വ സബ്സ്ട്രേറ്റ് ഒരുപാട് ഇട്ടിട്ടില്ല. അതിൻ്റെ മുകളിൽ നല്ല രീതിയിലുള്ള കവറിങ് വന്നിട്ടുണ്ട്. നമ്മൾ അക്വേറിയത്തിൻ്റെ ഫൈനൽ ഡിസൈനിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, ആ മേളിലിരുന്ന ടോപ്പ് ലൈറ്റ് മാറ്റിയിട്ട് ചെറിയൊരു ഹാങ് ഓൺ ലൈറ്റാണ്, നമ്മൾ ഈ ബൗളിലൊക്കെ കൊടുക്കുന്ന ടൈപ്പുള്ള ലൈറ്റ് വരണം.
സെറ്റ് ചെയ്തു. അപ്പം ഫുള്ളൊരു ഡാർക്ക് തീമിലോട്ട് അക്വേറിയം മാറി. ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നു, ഈ സൈഡിലോട്ട് ഡാർക്കായിട്ട്. അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് എടുത്ത് സെൻറ്ററിലോട്ട് അതിലും വയ്ക്കാം. ഇങ്ങനെയുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈറ്റ് അടിക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ രീതിയിലും വയ്ക്കാം. പിന്നെ ഒരു ഫിഷിന് കിട്ടും, ഒരു സോട്ടയിലിൻ്റെ ഫീമെയിലാണ് ഫിഷ്. അതേപോലെ നമ്മൾ ഫിൽറ്ററും കൂടി സെറ്റ് ചെയ്തു. വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഫിൽറ്റർ ഓഫ് ചെയ്തതാണ്. ഇതാണ് അക്വേറിയത്തിൻ്റെ ഫൈനൽ ഡിസൈൻ. പ്ലാന്റ് ഇപ്പോൾ ഒരു 4 ദിവസമായി പ്ലാന്റ് ചെയ്തിട്ട്. പ്ലാന്റിന് വലിയ വിത്തറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരാനുള്ള ടൈം ആയിട്ടില്ല. അതിന് കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.